ഹലോ. പോയാ ഞങ്ങൾ പോയാ ഇല്ല പോവാൻ പോകും. കഴിഞ്ഞാ ഇല്ല കഴിഞ്ഞില്ല. ഇല്ല ഞാൻ മുന്നിലാകുമ്പോ പോയാ മതിയാ. ഇവിടെ അഞ്ചാകുമ്പോ ഞാടെ വന്നിട്ടാകുമ്പോ പോയാ മതിയോ? ഉച്ചക്ക് വന്നിട്ടാ പോയാ മതിയാ? വേണ്ട ഞാൻ പോയിക്കോ. ഒറ്റക്കാവുന്നു? ഒറ്റക്കാ? ഒറ്റക്ക് ചെക്കൻ വന്നെങ്കിലോ വെച്ചിട്ടാ. ഏതൊക്കെ അംഗൻവാടി പോയൊക്കെ ചില ടൈമില് വരും. വയലിനൊക്കെ ഒരു വാച്ചിലുണ്ടായ എന്താ ഞാൻ വന്നിട്ടാൻ പോവാ. നീ ഒറ്റക്ക് പോകണ്ടോ? അയ്യോ ഞാൻ ഇപ്പഴത്തെ കണ്ടത്തിലേ കൂടെ ഞാൻ കുടിച്ചു. കണ്ടത്തിലേക്കൂടെ നീ പോകണ്ട. നീ പോയാല് നീ പോകണ്ട. വേണ്ട നീ പോകണ്ട. പോയാൽ എനിക്ക് പിന്നെ സത്യയിലും ചെരുപ്പൂടിയിലും എല്ലായിടത്തും കയറി കയറി വരാൻ കഴിയൂ. അഥവാ കയറിയാലോ? കേറിനെ കൊണ്ടുവന്ന ഒന്നുമില്ല, കേറിക്കോ. പിന്നല്ല എന്നെ പറഞ്ഞ നിങ്ങളെ രോഗം മാറില്ല. അതെ കേറിയിട്ട് എന്നാ സംഭവിക്കുന്നു നോക്ക്. എന്നിട്ടാവും പറ. അല്ല എന്തിനാ ഉണ്ടയില്ല. കണ്ടാവുണ്ടല്ലേ? ഇല്ല. എന്താ ഉണ്ടയില്ല? അത് വെറുതെ കണ്ടാവുണ്ടാ? കണ്ടാവുണ്ടല്ലോ. ഇല്ല സത്യം. എന്റെ മക്കളാണ് സത്യം. നിങ്ങൾ ദൂരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കാണാതെ കണ്ടിട്ടിന്നെ വന്നിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാതെ പോലെ ആ ഭാഗയെ നോക്കുക. എന്നാ കാണാണ്ട് പോയി നല്ല വിചാരിച്ചില്ല. കാണായിട്ടാന്നല്ല വിചാരിച്ചില്ല. ഇന്ന് 2 കേട്ടാ. 2 അല്ല 3 മെൻസസ് ആവുന്ന ദിവസമായിരുന്നു. ഇപ്രാവശ്യം ഗുളിക വെച്ചോണ്ട് മെൻസസ് ഒന്നും ആവില്ല മോളെ. ഗുളിക വെച്ചോണ്ട് മെൻസസ് ഒന്നും ആവില്ല. അതൊന്നല്ല. ചിലപ്പോ ആയിട്ടില്ലെങ്കിലോ? എന്നറിഞ്ഞു അറിയില്ലേ? ഞങ്ങൾക്ക് ഇപ്രാവശ്യം കഴിഞ്ഞു അറിയില്ലേ? ആയിട്ടില്ലേ പിന്നെ കഴിഞ്ഞാ പിന്നെ ആവൂല. കെണിന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനക്കൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ചില്ല. അനുഭവമാണ്. ഞാൻ അതിന്റെ അകത്ത് ആക്കിയിട്ടൊന്നുമില്ലല്ലോ. ആക്കിനാ വെള്ളം പുറത്തല്ലേ വിട്ടു? മേലേന്നാക്കിയില്ലേ? എന്റെ വീട്ടിന്റെ മേലേന്ന്. അത് അപ്പൊ മെൻസസ് ആവാറില്ലേ? അതിന് ഡേറ്റ് ആയില്ലല്ലോ. അതാവൂല. 12 ദിവസം കഴിഞ്ഞാലേ ആവൂല. 12 ദിവസം ആയിട്ടില്ല. അന്നേരം 8-ാം ദിവസം. അന്നേരം വെള്ളം അതിന് ഉള്ളാക്കില്ല, പുറത്തന്നെ ആക്കി. പിന്നെ ആയങ്ങാവട്ടെ. എനിക്കെന്നെ പേടി. പിന്നെന്താ ആവണമെന്ന് ഞാനും പറയുന്നു. ആയാലും കാര്യം തീരും. ആവട്ടെ. ആയെങ്കിലേ രണ്ടാളോട് പറയാലല്ലേ. പിന്നെ ഞങ്ങൾക്ക് അധികാരമല്ലോ. അതെ മറ്റേ അധികാരമില്ല. അധികാരം ഉണ്ടെങ്കിൽ എന്നോട് പറയാ. ഞാൻ ഓനോട് കൊണ്ട് ഇങ്ങനെ കൊണ്ട് എന്റെ സൗകര്യം പറയാൻ നിൽക്കില്ല. എന്റെ അധികാരമാകുമ്പോ എന്താ ഞാൻ അന്ന് ആഗ്രഹിക്കുന്നത് എന്റെ രക്തത്തിൽ ഒന്ന് പോകണമെങ്കിൽ. എന്നാലേ എന്റെ രക്തത്തിൽ ഒന്ന് പറക്കണമെന്നുണ്ട്. എന്നാലേ എനിക്ക് എന്റെ രക്തത്തിൽ എനിക്കൊന്ന് പറക്കണം. എന്നാലേ എന്നോടെല്ലാം ആ രീതി തീരുന്നത്. അധികാരം നമുക്ക് നിന്റെ ഇല്ലാണ്ടാവില്ല. കാരണം എന്തിനെ വേറെ നിങ്ങളിനെ വേറെ അങ്ങനെ ഒരിക്കലും കാണിക്കില്ല. അതുണ്ടാവും. അതിനെന്തോ വലിക്കുന്ന ആളായാലും ഉണ്ടാവും. അതിനി അഥവാ അങ്ങനെ ഇല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പ്രശ്നം വരുമായിരിക്കും തോന്നലുണ്ടാവും. അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതോ. നിന്റെ ഫാദറിനെ അങ്ങനെ കാണിക്കലുണ്ടോ? കാണിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റ് കാണുമെന്ന് ഞാൻ വിചാരിക്കും. അവരോടെല്ലാം അവരെന്തെങ്കിലും തെറ്റിയാൽ അവരോടെല്ലാം പെട്ടെന്ന് നന്നാവും. എന്നോട് നന്നാവില്ല. എന്നിട്ട് ഞാൻ പറയല ഞാൻ വേറെ തന്നെയാണ്. നിങ്ങൾ എന്തിനൊക്കെ നിങ്ങൾ എന്നെ കൊന്നിട്ട് ജീവിച്ചാ പോരെ. അങ്ങനെ പറയും. എന്നെ കൊന്നാ പോരെ. എന്നെ വെച്ചിട്ട് എന്തിനാ കഴിച്ചിങ്ങനെ ചോദിക്കും. എന്റെ അനുഭവം മറ്റൊരു കുഞ്ഞിക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നൊന്നും അതുണ്ടാവില്ല കേട്ടോ. ഞാൻ കുഞ്ഞിനാണല്ലോ
പക്ഷെ നീ നേരത്തെ പറഞ്ഞ എനിക്ക് തീരെ ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എന്റേത് നമ്മളതിന്റെ അധികാരം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് അല്ല അത് ഞാനുണ്ടല്ല, സാധാരണ നിങ്ങളുടെ രീതി അങ്ങനെയല്ല. ഞാൻ ശരിയാണ്. ഞാൻ അതിലേക്കാണ് വലിയൊരു തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നറിയാം, എന്റെ വീട് വെച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് അങ്ങ് ആത്തേക്ക് കയറല്. അതൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു തെറ്റാണ്. കാരണം ഇങ്ങനെ ആത്ത് കയറിയെന്നില്ല ചോദിച്ചെന്നില്ല നമ്മള്. എന്റെ വീടിനില്ല അതിൽ ഞാൻ ആരോട് ചോദിക്കാണ്ട് ഒറ്റ കയറ്റം കയറലാത്തേക്ക്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആടെ എന്റെ തോന്നാൻ പോരാൻ പാടില്ല ഇനി അല്ലേ. നമ്മളതിന്നില്ല തോന്നിയോണ്ടാ ഞാൻ അങ്ങനെ ചെക്കനോട് ആ അധികാരം ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ വേറൊരു മനസ്സിൽ വേറൊന്നും വെച്ചുകൊണ്ടൊന്നല്ല. അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ കൊടുത്തിട്ടുള്ള പറഞ്ഞു വൈകുന്നേരം ഞാൻ കുഞ്ഞിക്ക് വേണ്ടിട്ട് കൊള്ളി ചിപ്സും കടലും എല്ലാം വാങ്ങിന്. ഏതാ വേണമെങ്കിൽ എടുത്തു കൊടുക്കുക. പക്ഷെ പീസൊന്നും വാങ്ങാൻ തയ്യാറായില്ല. മോൻ തന്നെ അതിന് എടുക്കുമായിന്. എന്താ കൊണ്ടു കൊടുക്കണ്ടേ? എന്റെ മനസ്സ് അങ്ങനെയാണോ? നിങ്ങൾ രണ്ടും ഒന്നാമല്ലോ, അതൊരു പാത്രമല്ലേ. നമുക്ക് രണ്ടൊക്കെ തോന്നും. പക്ഷെ എന്റെ ആരെ പഠിച്ചിട്ട് എന്റോടെങ്ങനെ ആർന്ന് കാണണ്ട് അല്ല ആരാണ്ടിരിക്കുന്നത്. ഇനിയില്ലപ്പാ ഞാൻ കുഞ്ഞിനെ പറയേയില്ല ഒന്നും. കാരണം അധികാരം ഉപയോഗപ്പെടുത്തില്ല ഞാൻ പറയാൻ അനങ്ങാണ്ടക്കിടാവല്ലോ പറഞ്ഞു. ചിലപ്പോ എനിക്കിപ്പം തോന്നി, അന്ന് ഞാൻ പണ്ടേ ഞാൻ ചെറിയ തോന്നി ഞാൻ പറയുന്നത് പിടിക്കുന്നത് ചിലപ്പോ ഇവരെന്താ വിചാരിക്കുമ്പോ ഇവർക്ക് ദഹിക്കുന്നുണ്ടാവും. നിങ്ങളെ നല്ലോണം സ്നേഹിക്കുന്ന മക്കളെ അല്ല ഇത്തവര് മടിയല്ല. അവരെല്ലാം വെച്ചിട്ട് ഞാൻ മുന്നിൽ അവരെ മുന്നിൽ തന്നെ നിങ്ങൾ വടിയിട്ട് കൊണ്ടുപോകും. ചിലപ്പോ അവരെ വെക്കലായിരിക്കും, ചിലപ്പോ എന്റെ വെക്കലായിരിക്കും. ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചതല്ല കേട്ടോ. നീ അത് എടുത്ത് ചോദിച്ചോണ്ടായിപ്പോ ഉമ്മ കറുത്തിട്ടാന്ന് ചെക്കൻ കറുത്തോണ്ടാന്ന് കണ്ടുവിടാതെ ഞാൻ പറഞ്ഞു. കുഞ്ഞു പോയിക്കൊണ്ട് കുഞ്ഞോട് കറുത്തോണ്ടാ നിങ്ങൾക്ക് ഇഷ്ടം. കറുത്തേനെ നിങ്ങൾ തള്ളി മാറ്റാൻ പറഞ്ഞു. കറുത്തേനോടെ ഇഷ്ടം. ഞാൻ അങ്ങനെയൊന്നും തള്ളി മാറ്റല്ലേ. എനിക്ക് അങ്ങനെ ചോറ് വെച്ച് കഴിച്ചില്ല. ചോറ് വെച്ചതല്ലേ. ഞാൻ അങ്ങനെയൊന്നും ആ രീതിയിലേ മക്കളെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഏടെങ്കിലും ഞാൻ കൈയും പിടിച്ചിട്ട് ആ കുഞ്ഞിക്ക് വേടുന്നല്ലോ മോഹിച്ചത് എന്റേതെന്നില്ല കണ്ടീഷൻ ഞാൻ ചെയ്യുന്നതല്ലോ. പക്ഷെ ഇന്നലത്തെ ആ ഒരു ഇത് നിങ്ങൾ തൂക്കിപ്പിടിച്ച് വർത്താനം അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് എത്ര വിഷമമുണ്ടോ അങ്ങനെ പറയുമ്പോ സാറില്ല എനക്കെന്തെന്നാന്ന് പറഞ്ഞില്ല. ഇരുന്ന പലയും എണീക്കും പിന്നെ കിട്ടുന്നല്ലോ. അറിഞ്ഞിട്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എനക്കും തോന്നിയില്ല വയ്യാതെ പറയാൻ മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഞാൻ ഉമ്മയോട് ഉമ്മക്ക് തോന്നി അറിയാണ്ട് പറഞ്ഞു പോയതാ. എന്നിട്ട് ഞാൻ എനക്കും തോന്നിയില്ല. അത് എന്തെങ്കിലും വിചാരിച്ചു വെച്ചിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് വൈകി നല്ല നടക്കുമ്പോ വേണ്ട കാരണം എനക്ക് ഇഷ്ടമില്ല. നല്ല ബീച്ച് കൊടുക്കണം. അത്ര കണക്കിങ്ങനെ വയലേറിയ കൊടുക്കുന്നത്. എന്നാലും എന്നോട് അങ്ങനെ തുറന്നു പറഞ്ഞില്ല നീ. എന്നിട്ട് അങ്ങനെ ആയിക്കോട്ടെ ഞാളെ വാമോളെ വന്നോളല്ലേ അങ്ങനെ ഇങ്ങനെ പറയുമ്പോ അമ്മായിയോട് ഉമ്മനെ കളയുമ്പോലെ അമ്മായിയോട് പറയുന്നില്ല. അമ്മായിയോട് അമ്മായി എന്നെ പറയല്ലേ, എന്നെ നിർബന്ധിക്കല്ല അമ്മായിന്ന് ഞാൻ പറയില്ല. അമ്മായി ഒന്നും പറയല്ല, എനക്കൊന്നും അമ്മായി പറയാനില്ല, എന്നെ വിളിക്കല്ലാന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇന്ന് റാബിയോട് ഞാൻ ചോദിക്കൂലേ എന്താ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കാം. അങ്ങനെ ഞാൻ വന്നു. എന്തിനാ എനിക്ക് കഴിയുന്നില്ല, നടക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ വന്ന ബിരിയാണിയാ വേണ്ട, എനിക്ക് അത് വേണ്ട. റാബിയോട് ഞാൻ ചോദിക്കൂലേ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയാ ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെക്കനെ വേഗത്തിൽ നിങ്ങൾക്ക് എന്താ തെറ്റായി തോന്നിയാ ഞാൻ ചോദിക്കും. റാബിയോട് ഞാൻ അങ്ങനൊന്നും പറയല്ല. എന്തൊരു കഷ്ടം ഇങ്ങനെ എന്താ പറയലേ.
എല്ലാ സ്വാതന്ത്ര്യത്തിനോടും എല്ലാം ഞാൻ പെരുമാറുന്നുണ്ട്. എന്ത് ദേശായാലും ദേശായ നിൽക്കാൻ കഴിയുണ്ടാകും. അതല്ലോ ഓക്കെ. നമ്മള് ദേശം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ അത്രേ ഉള്ളൂ. ഇത് ഓർമ്മയില്ല, മറന്നു. കൊടുക്കണം. ആ കൊടുക്ക്. ഹലോ. അത് പിന്നെ ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഞാൻ പിന്നെ ബുഷറ എന്നോടൊരു പരാതി പറഞ്ഞു. ബുഷറ എന്നോടൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ കുഞ്ഞിനെ മുന്നിലിട്ടാണ്ട് അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഞാൻ സത്യത്തിൽ മനസ്സിലൊന്നും വിചാരിച്ചിട്ടുണ്ട്. നമ്മളെ പിള്ളേരല്ലേ, എനക്ക് പറയാനുള്ള അധികാരം ഉണ്ട് വിചാരിച്ചിട്ട് പറഞ്ഞു. അത് നിങ്ങൾ വേറെന്തോ തെറ്റി വെച്ചല്ലേ? നിങ്ങൾ രണ്ടാളും നിങ്ങളെ രണ്ടിനും ഒരു നിങ്ങൾ രണ്ടിനും ഒന്നിച്ച് കെട്ടി എലി വേണം കെട്ടി അയക്കണം. നിങ്ങൾ രണ്ടാളും നിങ്ങൾ രണ്ടിനും. എന്റെ ഓള് പറഞ്ഞ ഉമ്മിയും വിചാരിച്ചു. അതെ ഉമ്മിയും പറഞ്ഞു. അതല്ല ഞാൻ ഓൾ പറയുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ മറ്റേ ഭാര്യയെ കൊടുക്കുമ്പോ ചെക്കൻ വന്നിട്ടാണില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഓളെ ആർന്ന് കാണോ അതിലേ പോകുമ്പോ? അങ്ങനെയാണ് നിങ്ങൾ ബാക്കിലേക്ക് എല്ലാരും കാണൂലേ? അങ്ങനെയല്ല മുന്നില് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റായിരിക്കല്ലേ? ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗം പോലെ ആയിട്ടാണ് ഞാൻ മക്കളോടെല്ലാം പെരുമാറുന്നത് കേട്ടോ. അത് ആ അധികാരം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറച്ച് അധികമായി പോയ അത് ഓളെ പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരും വിഷമമായി. എന്നാ പോട്ടെ. പൊമ്പളങ്ങ നിന്നെ ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ലേ? നീ ഇങ്ങനെയൊന്നും പറയും കേട്ടാ. ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇന്ന് കുപ്പി കഴിക്കും, ഉറപ്പാ. കുപ്പി കഴിക്കുന്നവരെ കഴിക്കും. കുപ്പി കഴിക്കും ഞാൻ ഇന്ന്. ഇന്ന് കഴിക്കുന്നവരെ കഴിക്കും, ഉറപ്പാ. പിന്നെ അത്രക്ക് ഓരോ കാര്യം പറഞ്ഞ് വിഷമിച്ചു. ആ വളപ്പിൽ വണ്ടി തൂറി പേർക്ക് ഞാൻ എന്റെ പൈസ. ഹലോ. പോയാ ഞങ്ങൾ പോയാ? ഞാൻ മുന്നിലാകുമ്പോ പോയാ മതിയാ? ഞായറാ പോയാ മതിയോ? ഉച്ചക്ക് വല്ലാ പോയാ മതിയാ? ഒറ്റക്കാവുന്നു? ഒറ്റക്കാ? ചെക്കൻ വന്നെങ്കിലോ വിളിച്ചിട്ടാ അംഗൻവാടി പോയൊക്കെ ചില ടൈമില് വരും. വയലിൽ നിൽക്കുന്ന ഒരു വാച്ചിലുണ്ട്. എന്താ ഞാൻ കൊണ്ടാൻ പോവാ? നീ ഒറ്റക്ക് പോകണ്ട. അയ്യോ, ഞാൻ ഇപ്പഴത്തെ കണ്ടത്തിലേക്കൂടെ ഞാൻ കൊടുത്തു. കണ്ടത്തിലേക്കൂടെ നീ പോകണ്ട. നീ പോയാല് നീ പോകണ്ട. നീ പോകണ്ട. പോയാൽ എനിക്ക് പിന്നെ സത്യയിലും ചെരുപ്പൂടിയിലും എല്ലായിടത്തും കയറി വരാൻ കഴിയൂ. അഥവാ കയറിയാലോ? കേറിനെ കൊണ്ടുവന്ന ഒന്നുമില്ല, കേറിക്കോ. പിന്നല്ല